നമസ്കാരം, വീണ എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ആലത്തൂർ, തൃശൂർ ഉൾപ്പെടെ കോൺഗ്രസ് മത്സരിച്ച 16 മണ്ഡലങ്ങളിലും വിജയം സുനിശ്ചിതമെന്ന KPCC തിരഞ്ഞെടുപ്പ് അവലോകന യോഗം. തൃശൂരിൽ 20,000 മുതൽ 30,000 വരെ വോട്ടുകൾക്ക് കെ മുരളീധരൻ വിജയിക്കും. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഒരു ചലനവും ഉണ്ടാക്കാനാകില്ല. തൃശൂർ നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്താം. പുതുക്കാട്, നാട്ടിക മണ്ഡലങ്ങളിൽ VS സുനിൽകുമാറിന് ആധിപത്യമെന്നും നിഗമനം. ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ നടന്നത് പൊരിഞ്ഞ പോരാട്ടം. 4ഇടത്തും വിജയമുറപ്പ്. വടകരയിൽ ഷാഫി പറമ്പിലിന് മികച്ച വിജയമെന്നും KPCC. ഷാഫിക്കെതിരെയുള്ള വർഗീയ പ്രചരണത്തിൽ പ്രതിഷേധം. UDF 20 സീറ്റും നേടുമെന്ന നേതാക്കളുടെ ആത്മവിശ്വാസം. സംസ്ഥാനത്ത് കൊടും ചൂടിന് ശമനമാകുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ച ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. ഉയർന്ന താപനില തിങ്കളാഴ്ച വരെ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 4 ദിനം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ മുന്നറിയിപ്പും. സംസ്ഥാനത്ത് മധ്യവേനലവധിയുടെ ആരവകാലത്തിന് നീളം. ഒരൊറ്റ മാസം കൂടി. പുതിയ അധ്യയന വർഷാരംഭം ജൂൺ 3 മുതൽ. പ്രവേശനോത്സവത്തോടെ സ്കൂളുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും ആവശ്യം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം ജനത്തിന് ഇരുട്ടടിയായി നിരക്ക് വർധനയും. ഈ മാസത്തെ ബില്ലിൽ യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാൻ തീരുമാനം. നിലവിലുള്ള 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടി സർചാർജ് ഈടാക്കും. വൈദ്യുതി ഉപയോഗം കുറഞ്ഞില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുതി വകുപ്പ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷന് മുള്ളൂർക്കര വേദിയാകും. മെയ് 7-ന് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ സമ്മേളനം. 61,933 മെമ്പർമാരെ പ്രതിനിധീകരിച്ച 310 തൊഴിലാളികൾ പങ്കെടുക്കും. ചൊവ്വാഴ്ച കാലത്ത് 10-ന് കൺവെൻഷനും പ്രതിനിധി സമ്മേളനവും. സംസ്ഥാന ട്രഷറർ G കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധമായ തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി വെടിക്കെട്ടിന് അനുമതി. ADM T മുരളിയുടേതാണ് ഉത്തരവ്. മെയ് 5-ന് രാത്രി 7:30 മുതൽ 9:30 വരെയാണ് വെടിക്കെട്ട്. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതിയില്ലാതെ വെടിക്കെട്ട് സാമഗ്രികൾ ഉപയോഗിച്ചാൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്ന ഉത്തരവ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം. സമവായ നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ്. മെയ് മുതൽ പ്രഖ്യാപിച്ചിരുന്ന പുതിയ രീതിയിലെ ടെസ്റ്റിംഗ് സമ്പ്രദായം തൽക്കാലം പിൻവലിച്ചു. 40 പേരെ ടെസ്റ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കും. 25 പുതിയ അപേക്ഷകർ. നേരത്തെ പരാജയപ്പെട്ട 10 പേർ. ജോലി ആവശ്യങ്ങൾക്കായി ലൈസൻസ് വേണ്ട 5 പേർ എന്നിങ്ങനെയാണ് പുതിയ അനുപാതം. 15 വർഷം കഴിഞ്ഞ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ മാറ്റാൻ 6 മാസം. സമരത്തിൽ നിന്ന് CITU പിന്മാറി. വടക്കാഞ്ചേരി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് തീരുമാനം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണ പിന്തുണ ഉറപ്പാക്കും. വിവിധ വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ച് സംയുക്ത യോഗം 7-ന്. മാലിന്യമുക്തം നവകേരളം പദ്ധതി പ്രകാരമാണ് പ്രവർത്തനം ഏറ്റെടുക്കുക എന്ന നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ വീണ എൻ ന്യൂസിനോട്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പരാതി. ദല്ലാൽ TG നന്ദകുമാറിനെ പോലീസ് ചോദ്യം ചെയ്യും. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട നന്ദകുമാറിന് നോട്ടീസ്. പുന്നപ്ര പോലീസിന്റേതാണ് നടപടി. ദുരാരോപണം നടത്തി നന്ദകുമാർ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ശോഭയുടെ പരാതി. കിണർ വൃത്തിയാക്കുന്നതിനിടെ കാൽ തെന്നി കിണറ്റിലേക്ക് വീണ് 55-കാരന് ദാരുണാന്ത്യം. അടാട്ട് ചിറ്റിലപ്പള്ളി പുഴയ്ക്കൽ ദിവാകരൻ എന്ന ഉണ്ണിമോനാണ് ദുരന്തത്തിനിരയായത്. ശനിയാഴ്ച കാലത്തായിരുന്നു അപകടവും ദുരന്തവും. എറണാകുളം കടയിരിപ്പിലെ വീട്ടിൽ വൻ മോഷണം. കൊടുങ്ങല്ലൂർ പറവൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു മോഷണം. കവർന്നത് 60 പവൻ സ്വർണം. വീട് കുത്തിത്തുറന്നായിരുന്നു കവർച്ച.